അന്തർദേശീയ ബന്ധത്തെ ബാധിക്കുമെന്ന കാരണത്താൽ ഓസ്കാറിൽ നാമനിർദ്ദേശം ലഭിച്ച ദി വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശന അനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ 5 വയസ്സുകാരിയായ ഫലസ്തീൻ പെൺകുട്ടിയുടെ യഥാർത്ഥ കഥ പറയുന്ന ചിത്രമാണിത്. ഓസ്കാറിൽ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ട്യൂണീഷ്യൻ ചിത്രം ദി വോയിസ് ഓഫ് ഹിന്ദ് റജബ് ഓസ്കാർ നേടാനായില്ല. ഹിന്ദിന്റെ അവസാന നിമിഷങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ 23 മിനിറ്റോളം കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിരുന്നു. ഫ്രാങ്കോ ട്യൂണീഷ്യൻ സംവിധായിക കൗത്തർ ബെൻ ഹനിയ സംവിധാനം ചെയ്ത ഈ ചിത്രം മാർച്ച് 16 നടക്കുന്ന ഓസ്കാർ പുരസ്കാര ചടങ്ങിന് മുന്നോടിയായി മാർച്ച് 6 ഇന്ത്യയിൽ റിലീസ് ചെയ്യാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിലെ വിഷയങ്ങൾ അതീവ സംവേദനക്ഷമമാണെന്നും ഇത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. മുംബൈ ആസ്ഥാനമാക്കിയുള്ള ജയ് വീരാന്ത്ര എന്റർടൈൻമെന്റിന്റെ തലവൻ മനോജ് നദ്വാനെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്ക, ബ്രിട്ടൻ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളിലെല്ലാം ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടെന്നും ഒരു സിനിമ തകർക്കാൻ കഴിയുന്നതിനേക്കാൾ ശക്തമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധമെന്നും അദ്ദേഹം ബോർഡിനോട് വാദിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.